ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തിൽ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ സുധീഷിനും നിധിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും നിർബന്ധിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടനും നികേഷൊക്കെ പറയുന്നുണ്ട് പോയിക്കോ ചേട്ടാന്ന് പറയുന്നുണ്ട്. പക്ഷേ വരാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് സുധീഷിന് പോകാൻ അത്ര വലിയ ധൈര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ നിധി പോകുന്നത് കൊണ്ട് ഇനി നിധി തിരിച്ചു വരില്ലേ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടും സുധീഷ് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് അവസാനം സുധീഷ് പോവാന്ന് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. നേരം നമ്മളെ സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, സുധീഷ് നീ പാക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പാക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയിട്ട് പാക്കൊക്കെ ചെയ്യുന്നുണ്ട്, ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. അങ്ങനെ ഹരീഷ് വന്നിട്ട് പറയുന്നുണ്ട്, ചേട്ടാ എന്തായാലും ശ്രദ്ധിക്കണം, അയാളുടെ വർത്താനം കേട്ടിട്ട് എനിക്കും എന്തൊക്കെയോ തോന്നുന്നുണ്ട്, അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹരീഷ് അവിടുന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. സുധീഷ് ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് പോവാന്നുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഓരോരുത്തർ വിഷമിക്കുന്നുണ്ട് കേട്ടോ. നികേഷിനാണ് ഒരുപാട് വിഷമമുള്ളത്. കാരണം നികേഷും നിധിയും നല്ല അറ്റാച്ച്മെന്റ് ആയിരുന്നു. അപ്പോൾ ഒരാഴ്ച എന്ന് പറയുമ്പോൾ അവനൊരു വർഷം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നിധി എല്ലാവരോടും യാത്ര ചോദിക്കുമ്പോൾ നികേഷിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നികേഷ് ഭയങ്കര സങ്കടത്തിലായിരിക്കും. അപ്പം നീ എന്താണ് ഇങ്ങനെ, ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ട് വരില്ലേന്ന്, പെട്ടെന്ന് തന്നെ വരണം കേട്ടോ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞയക്കുന്നത്. അങ്ങനെ അവർ പോകാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ഡ്രൈവർ വന്നു എന്നൊക്കെ നമ്മളെ രാജീവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ ഡ്രൈവർ നേരത്തെ എത്തിയിട്ടുണ്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്. അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഭാസ്കരനച്ഛൻ വരുന്നത്. ഭാസ്കരനച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓ പോവാൻ തയ്യാറായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പോവാണ് അച്ഛ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ നമ്മളെ നിധിയുടെ കയ്യിൽ ഒരു പൊതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഇത് മോളെ വടയാണ്, ഇത്ര ദൂരം പോകാനുള്ളല്ലേ, വണ്ടിയിലിരുന്ന് കഴിച്ചുകൊണ്ടു, വലിയ വലിയ ഹോട്ടലിലൊന്നും ഇത്ര ടേസ്റ്റുള്ള വടയൊന്നും കിട്ടില്ല, അതുകൊണ്ട് മോള് കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ രാജീവനിട്ടൊന്ന് കൊട്ടിയതാട്ടോ. വലിയ വലിയ ഹോട്ടലിൽ മാത്രമേ രാജീവൻ കയറൂ, അങ്ങനെ ഒരു അർത്ഥത്തിലാണ് നമ്മളെ ഭാസ്കരനച്ഛൻ അത് പറഞ്ഞത്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ നിധി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ഈ കിളിക്കൂടനെ. ഇവിടം വിട്ട് പോവാനും അവൾക്ക് വിഷമമുണ്ട്. പക്ഷേ അച്ഛൻ എന്തായാലും തിരിച്ചു വിളിച്ചതല്ലേ, അപ്പോൾ പോവാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഭാസ്കരനച്ഛനാണെങ്കിൽ പറയുന്നുണ്ട്, മോളെ സൂക്ഷിച്ച് പോകണം കേട്ടോ, ഇങ്ങോട്ട് തന്നെ വരണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഭാസ്കരനച്ഛനും എവിടേക്കോ എന്തൊക്കെയോ സുധീഷിനെ പോലെ സംശയങ്ങൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ പോകാൻ വേണ്ടി അവർ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. പുറത്തു നിന്നുള്ള ഒരു ഡ്രൈവർ ആയിരിക്കും കേട്ടോ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരിക്കുക. അങ്ങനെ അവർ പോയതിന് ശേഷവും നമ്മൾ നികേഷും മുറ്റത്ത് ഇങ്ങനെ അവരെ കാറ് നോക്കി നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ. സുഭാഷ് ചേട്ടനും ഹരീഷും അതുപോലെ തന്നെ അച്ഛനൊക്കെ മുറ്റത്തുനിന്ന് കയറിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നികേഷ് മാത്രം അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. നികേഷിന് അത്രമാത്രം നിധിയോട് അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അവനെപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നിധി ഈ വീട് വിട്ട് പോയത്. രാജീവൻ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്തായാലും നിധിയോടുള്ള അതിയായ സ്നേഹം കൊണ്ടും കഴിഞ്ഞതൊക്കെ മറന്ന് ഇനി മുതൽ നന്നാവാൻ തീരുമാനിച്ചെന്നുള്ള ഉദ്ദേശത്തിലൊന്നുമല്ല എന്തായാലും നിധിയെ ഇവിടുന്ന് കൊണ്ടുപോയത്. സുധീഷിനെയും കൂടെ കൂട്ടിയത് നിധിക്ക് ഇനിയൊന്നും തോന്നാതിരിക്കാനും അതുപോലെ തന്നെ രാജീവിന്റെ വീട്ടിലെത്തിയിട്ട് സുധീഷിനെ കൊണ്ട് ഒരു പാഠം പഠിപ്പിക്കാന്ന് വിചാരിച്ചിട്ടും ആയിരിക്കാം. എന്തായാലും പോയിക്കൊണ്ടിരിക്കെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴേക്കും നമ്മളെ രാജീവൻ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് രാജീവൻ ഇറങ്ങുന്നുണ്ട് വണ്ടിയിൽ നിന്ന്, ഡ്രൈവറോട് ഇറങ്ങാൻ പറയുന്നുണ്ട്. എന്നിട്ട് എന്തൊക്കെയോ ഡ്രൈവറുമായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സുധീഷും നിധിയും എടുത്തിരിക്കുന്നുണ്ട് ബാക്ക് സീറ്റിൽ. അപ്പോൾ ഇത് എന്താ ഇവിടെ വണ്ടി നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് രാജീവന് ഇറങ്ങുന്നത്. സുധീഷ് എന്തായിരിക്കും കാരണം എന്ന് നിധിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയുന്നുണ്ട്, അത് ചിലപ്പോൾ കടയിൽ കയറി സാധനം വാങ്ങിക്കാനായിരിക്കും കേട്ടോ നിധി പറയുന്നത്. അതിന് ഇവിടെ എവിടെ കടയുള്ളതെന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പം നിധി ഇങ്ങനെ ചുറ്റിലും നോക്കുന്നുണ്ട് കേട്ടോ. നോക്കുമ്പോൾ കടയൊന്നും കാണാനില്ല. കുറേ സമയത്തിന് ശേഷം പിന്നെ രാജീവൻ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. എന്നിട്ട് സുധീഷിനോട് കാറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ രാജീവൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് സുധീഷിനോടാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെ സുധീഷ് ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുന്നുണ്ട്. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, ഡ്രൈവറെ പറഞ്ഞേൽപ്പിച്ചിട്ട് സുധീഷിനോട് എന്തിനാണ് ഡ്രൈവ് ചെയ്യാൻ പറയുന്നത് എന്ന്. അപ്പോൾ രാജീവൻ പറയുന്നത്, നിധി വരുമ്പോൾ ഇങ്ങനെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ ഇങ്ങോട്ട് വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാൻ സമയമുണ്ടല്ലോ എന്നാണ് അച്ഛൻ അന്നേരം പറയുന്നത്. അന്നേരം ഡ്രൈവർ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡ്രൈവർ ഒരു പുറത്തുനിന്നുള്ള ആളാണല്ലോ. അപ്പോൾ അത് അയാൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തും പ്രൈവസിയോട് കൂടി സംസാരിക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അയാളെ പറഞ്ഞയച്ചതെന്നാണ് രാജീവൻ പറയുന്നത് കേട്ടോ. പക്ഷെ സുധീഷിനോട് പറഞ്ഞത് ഡ്രൈവർ അത്യാവശ്യമായിട്ടൊന്ന് പോയതാണെന്നാണ് കേട്ടോ. എന്തായാലും ഇത് സുധീഷിന് ഇട്ടിട്ടൊരു പണി കൊടുത്തു തന്നെയാണ്. അവിടെ വരെ സുധീഷ് ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യട്ടെ, എന്തായാലും സുധീഷ് ഒരു അസാധ്യ ഡ്രൈവർ അല്ലേ മോളെ എന്നൊക്കെയാണ് പറയുന്നത്. അത് സുധീഷിനെ ഒന്ന് കളിയാക്കിയതും അതുപോലെ തന്നെ അവനൊരു പണി ആയിക്കോട്ടെ, എങ്കിൽ നിധിയുടെ കൂടെ രാജീവിന്
ബാക്ക് സീറ്റിൽ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാജീവൻ അത് ചെയ്തത്. സുധീഷിനെ ബാക്കിൽ ഇങ്ങനെ നിധിയുടെ കൂടെ ഇരിക്കുന്നത് കണ്ടിട്ട് രാജീവൻ അത്ര സഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. എന്തായാലും സുധീഷ് ഒരിക്കലും വിചാരിച്ചില്ല രാജീവൻ ഇങ്ങനെ ചെയ്യുമെന്ന്. അങ്ങനെ ഫ്രണ്ടിലെ കണ്ണാടിയിലൂടെ ഇടയ്ക്കിടയ്ക്ക് രാജീവൻ നോക്കുന്നുണ്ട് കേട്ടോ, നമ്മളെ സുധീഷിനെ നോക്കുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് നമ്മളെ നിധി അച്ഛൻ ഞാൻ തോളിലൊന്ന് ചാരിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കൈ പിടിച്ച് കരയുന്നുണ്ട്. ഇതൊക്കെ സുധീഷ് കാണുന്നുണ്ട് കേട്ടോ കണ്ണാടിയിലൂടെ. എന്തായാലും രാജീവൻ ആഗ്രഹിച്ചതുപോലെ വിചാരിച്ചതുപോലെ തന്നെ നിധി ചേഞ്ച് ആയി എന്ന് നമ്മളെ സുധീഷിനും ചെറുതായിട്ട് തോന്നി തുടങ്ങി. കാരണം അച്ഛനോടുള്ള സ്നേഹം ഏതൊരു മക്കൾക്കും ഉണ്ടാവില്ല, അതുപോലെയാണ്. പക്ഷേ നമ്മളെ രാജീവൻ ഉദ്ദേശിക്കുന്നത് വേറൊരു തരത്തിലാണ്. സുധീഷിനിട്ടിട്ടൊരു പണി കൊടുക്കാം നിധിയിലൂടെ എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും അവർ വീട്ടിലെത്തി. നമ്മളെ നിധി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവളുടെ വീടൊന്ന് നോക്കി കാണുന്നുണ്ട്. പക്ഷെ ഹേമ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. അവർ വന്ന പാടെ നമ്മളെ നിധിയുടെ ഏട്ടൻ്റെ കുട്ടി വന്നിട്ട് ആൻറ്റി എന്നൊക്കെ വിളിച്ചിട്ട് നിധിയെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മളെ നിധി സുധീഷിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർ ഭയങ്കര ദേഷ്യത്തിലാണ്, അരുണും അതുപോലത്തെ ഹേമയൊക്കെ. പക്ഷേ ഏട്ടൻ്റെ വൈഫ് വന്നിട്ട് നിധി നീ ക്ഷീണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരുടെയും മുഖത്ത് എന്തോ ഒരു ദേഷ്യവും കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും പൂർണ്ണമായി എല്ലാവരും അംഗീകരിച്ചു എന്ന് തോന്നുന്നില്ല. സുധീഷിനോടുള്ളൊരു വൈരാഗ്യം എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട്. അരുണിൻ്റെ മുഖത്തും അതുപോലെ തന്നെ ഹേമയുടെ മുഖത്തൊക്കെ നല്ല ദേഷ്യമുണ്ട് കേട്ടോ. രാജീവൻ പറയുന്നുണ്ട്, മകൾ ആദ്യമായിട്ട് ഭർത്താവിൻ്റെ കൂടെ ഇവിടേക്ക് വരികയല്ല, അപ്പം ഇങ്ങനെയാണോ, നീ അകത്തേക്ക് വിളിക്ക്, ആരതി ഒഴിയണ്ടേന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആരതി ഒഴിയാൻ വേണ്ടിയിട്ട് സാന്ദ്ര പോയിട്ട് എടുത്തു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അമ്മ ആരതി ഒഴിയുന്നുണ്ട് കേട്ടോ. നിധി അതിൻ്റെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ടല്ലല്ലോ അച്ഛൻ ഇങ്ങോട്ട് വരുന്നത്, ഇതിന് മുൻപ് വന്നതല്ലേന്ന്. അപ്പോൾ രാജീവൻ പറയുന്നത്, അതൊക്കെ ഞങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് മോളെ. എന്തായാലും സുധീഷിൻ്റെ കൂടെ നീ ആദ്യമായിട്ടല്ലേ വരുന്നത്, അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് നിൻ്റെ ആദ്യത്തെ വരവ് എന്നൊക്കെ പറയുന്നുണ്ട്. ഹേമ ആരതി ഒഴിയുമ്പോഴും ഭയങ്കര ദേഷ്യത്തിലാട്ടോ അത് ചെയ്യുന്നത്. എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് ഈ വീട്ടിലെ ജീവിതമൊക്കെ ആലോചിച്ചിട്ട് നമ്മളെ സുധീഷിന് ഭയങ്കര പേടിയുണ്ട് കേട്ടോ. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളെ സുധീഷിൻ്റെ വെല്ലുവിളി പാഴാവാൻ പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇത് പോകുന്നത്. രാജീവൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇനി സുധീഷിൻ്റെ ഇവിടെയുള്ള ജീവിതം, ഒരാഴ്ച ജീവിതം എങ്ങനെയായിരിക്കുമെന്ന്. രാജീവൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുകയോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ബൈ.